ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു അനദർ വീഡിയോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് എനിക്കൊരു ബിസി ഡേ ആണ്. കാരണം നാളെ ഞങ്ങളുടെ നാട്ടിലേക്ക് പോവാണ്. ഒരുപാട് നാളായിട്ട് പോകണമെന്ന് വിചാരിക്കുന്ന ഒരു യാത്രയാണ് കേട്ടോ. ആദ്യം പോകുന്നത് എൻ്റെ അമ്മ വീട്ടിലേക്കാണ്. അവിടെ അമ്മമ്മയുണ്ട്, എൻ്റെ അമ്മയുണ്ട്. കുറച്ചധികം നാളായിട്ട് അമ്മമ്മ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്. കുഞ്ഞിനെയും കൊണ്ട് കുറച്ച് നാൾ അവിടെ വന്ന് നിൽക്കുക എന്ന് എപ്പോഴും പറയും. അപ്പോൾ ഈ ഈസ്റ്ററിന് അതങ്ങ് സാധിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് നാട്ടിൽ പോകാമെന്ന് പ്ലാൻ ചെയ്തതായിരുന്നു. പക്ഷേ ഷാനിൻ്റെ ജോലി തിരക്ക് കാരണം ഇറങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ട് നാളെ രാവിലെ ഇറങ്ങാം എന്ന് വിചാരിച്ചു. ഇന്ന് അതുകൊണ്ട് ഒരുപാട് ജോലികൾ ചെയ്ത് തീർക്കാനുണ്ട്. വീട് വൃത്തിയാക്കണം, ലഗേജൊക്കെ പാക്ക് ചെയ്യണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ലഗേജൊക്കെ എത്ര മിനിമൽ ആക്കണം എന്ന് വിചാരിച്ചാലും കൊച്ചിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് വരുമ്പോഴത്തേക്ക് 2-3 പെട്ടി ഉണ്ടായിരിക്കും. അവൾ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ ഞാൻ സ്നാക്കിയൊന്നും ഇട്ട് കൊടുക്കാറില്ല. അതുകൊണ്ട് കുറച്ചധികം ഡ്രസ്സ് കരുതേണ്ടി വരും വീട്ടിൽ നിൽക്കാനായിട്ട്. പിന്നെ അവൾക്കുള്ള സ്നാക്സും ഫുഡും ഒക്കെ കരുതുന്നുണ്ട്. സാധാരണ ഞങ്ങൾ ട്രെയിനിലാണ് നാട്ടിലേക്ക് പോകാൻ വരികയൊക്കെ ചെയ്യാറ്. ഇപ്രാവശ്യം വണ്ടി എടുക്കാം എന്ന് വിചാരിച്ചു. അവിടെ ചെന്നിട്ട് കുറച്ച് യാത്രകളൊക്കെ ചെയ്യാനുണ്ട്. ഷാനിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഹൗസ് വാമിംഗ് ഉണ്ട്. പിന്നെ ഷാനിൻ്റെ വീട്ടിൽ പോകണം, എൻ്റെ വീട്ടിൽ പോകണം, അങ്ങനെ കുറേ യാത്രകളുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കാറിൽ പോകാം എന്നൊരു ഡിസിഷൻ എടുത്തു. അപ്പോൾ എൻ്റെ ജോലി ഏകദേശമൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് റിലാക്സ്ഡ് ആയിട്ടിരിക്കാൻ ഞാൻ ഇവിടെയാണ് കേട്ടോ വരാറ്. ഇത് ഞങ്ങളുടെ വീടിൻ്റെ ബാക്ക് സൈഡാണ്. നല്ല കാറ്റാണ് ഇവിടെ. എല്ലാ ജോലിയും തീർന്നതുകൊണ്ട് അടുത്ത പണി വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ പഞ്ചാബി ഹൗസിലെ ഹരിശ്രീ അശോകൻ്റെ അവസ്ഥയാണ് എനിക്ക്. തീരുമ്പോൾ അടുത്ത പണി വന്നുകൊണ്ടേയിരിക്കും. ഇന്ന് വൈകുന്നേരം വെയിലൊക്കെ ഒന്ന് മാറിയിട്ട് ഞങ്ങൾ ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങുന്നുണ്ട്. ആ സമയത്ത് എൻ്റെ മുടിയും കൂടി ഒന്ന് വെട്ടണം. തൈറോയിഡിൻ്റെതാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എൻ്റെ മുടി നന്നായിട്ട് ഡാമേജ്ഡായി, കുറേ കൊഴിഞ്ഞു പോയി. അതുകൊണ്ട് മുടി ഒന്ന് വെട്ടിക്കണം. ഒരു ഷോർട്ട് വീഡിയോയിൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഏതാണെന്ന്. ഇത് ലേസി സൺഡേ ലോറിയൽ പാരിസിൻ്റെ. നമ്മൾ ഫുഡ് കഴിച്ചാലൊന്നും ഇത് ചുണ്ടേന്ന് പോകത്തില്ല. അങ്ങനെ ഞങ്ങൾ ഷോപ്പിങ്ങിനായിട്ട് വെളിയിലോട്ട് ഇറങ്ങി കേട്ടോ. ഇവിടെ അടുത്ത് ഒരു അമ്പലത്തിൽ ഉത്സവമുണ്ട്. അതിൻ്റെ ലൈറ്റും ഒരുക്കങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. ഞാൻ പാർലറിൽ കയറുമ്പോൾ പുറത്ത് വഴക്കുണ്ടാക്കുകയോ കരയുവോ എന്നൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. ആള് നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുമായിട്ട് നല്ല കമ്പനിയായി. പിന്നെ ഒരു ഫ്രണ്ടിനെ കിട്ടി, കണ്ണൻ. ആ കുട്ടിയും കൂടി ഉണ്ടായിരുന്നത് കൊണ്ട് വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി നാളെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് മുന്നോട്ട് പോകാൻ ആവശ്യമാണ്. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്